2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. കരുവേലിപ്പടി ടാഗോർ ലൈബ്രറിയിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി സാഹിത്യകാരന്മാരെ അനുസ്മരിച്ചു. കരുവേലിപ്പടി ടാഗോർ ലൈബ്രറിയിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി പി കേശവദേവ്, പൊൻകുന്നം വർക്കി, NP മുഹമ്മദ് എന്നീ സാഹിത്യകാരന്മാരെ അനുസ്മരിച്ചു. PS പ്രമോദ്, PK ശശിധരൻ മാസ്റ്റർ, PP ജയപ്രകാശ് എന്നിവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി. വളരെയധികം സംഭാവനകൾ നൽകിയവരാണ്. നമ്മുടെ കാലഘട്ടം ഇതേ രീതിയിലായി തീരുന്നത് കേരളം പുരോഗമനപരമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്, ഒരു സംസ്ഥാനമാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ രാജ്യമാകെ ആദരിക്കുമ്പോൾ അതിൽ പ്രധാന പങ്ക് വഹിച്ച ചുക്കാൻ പിടിച്ച ആളുകളിൽ ചില ആളുകളാണ് പൊൻകുന്നം വർക്കി സാറിനെ പോലുള്ളവർ. കേരളത്തിൽ നമ്മുടെ കൊച്ചിയിൽ അന്നത്തെ ആര്യ സമാജം എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തോട് വളരെ താല്പര്യം തോന്നിയിട്ടാണ് അദ്ദേഹം കേശവപിള്ള എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹം കേശവദേവ് എന്ന എഴുത്തുകാരനായിട്ട് മാറുന്നത്. ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ്, നാടകകൃത്ത്, പത്രാധിപർ, ഇതിനൊക്കെ പുറമെ വ്യക്തമായിട്ടുള്ള ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകൻ എന്ന നിലയിൽ കൂടി അദ്ദേഹം തങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തോട് 100% നീതി പുലർത്തുകയും അക്കാലത്തെ സമൂഹത്തിൽ നിലനിന്നിരുന്ന എല്ലാത്തരം തിന്മകളെയും തങ്ങളുടെ ശക്തിയേറിയ തൂലിക കൊണ്ട് നഖശികാന്തം എതിർക്കുകയും ചെയ്തവരാണ് ഇവർ 3 പേരുമെന്ന് പ്രഭാഷകർ അഭിപ്രായപ്പെട്ടു. ലൈബ്രറി സെക്രട്ടറി CS ജോസഫ്, പ്രസിഡന്റ് MR ശശി, സാഹിത്യവേദി പ്രസിഡന്റ് സീന മാധവൻ എന്നിവർ സംസാരിച്ചു. ചാരായക്കൂട്ടി, ബീഡി, നഷ്ടമാണ്. അതിൽ പോയപ്പോൾ കരുതിക്കൊണ്ടാണ് പോയത്. പുള്ളിക്കാരും ആ കാര്യത്തിന് മോശമല്ല. കണ്ടു, സംസാരിച്ചു, പ്രസന്റ് ചെയ്യും. ആഹാ, സന്തോഷം. പരപ്പനങ്ങാടിയിലും കോഴിക്കോടുമായി വിദ്യാഭ്യാസം. കോഴിക്കോട് ഭവന നിർമ്മാണ സഹകരണ സംഘം സെക്രട്ടറി ആയിരുന്നു. കോഴിക്കോട് കേരളകൗമുദി പത്രത്തിൻ്റെ പ്രസിഡന്റ് എഡിറ്ററായി പ്രവർത്തിച്ചിരുന്നു. ജനിച്ചു വളർന്ന ദേശത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പ്രത്യേകതകൾ അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ നിഴലിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരു സാഹിത്യ സംഘാടകൻ കൂടിയായിരുന്ന അദ്ദേഹം കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റായിരുന്നു. കേന്ദ്ര സാഹിത്യ ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.